ഡൽഹിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും ബോംബ് ഭീഷണി. ദ്വാരകയിലെ സ്കൂളിനും കോളേജിനുമാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. തിരച്ചിലിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. അർജുൻ തന്നെയാണ് ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകുക. അർജുൻ, അടിക്കടി ബോംബ് ഭീഷണി ഉണ്ടാകുന്നു. എവിടെ നിന്ന് ഈ ഭീഷണി ഉണ്ടായി എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരുന്നുണ്ടോ? രതീഷ്, ഇമെയിൽ സന്ദേശങ്ങളായിട്ടാണ് ഈ ബോംബ് ഭീഷണി വരുന്നത്. ഇത് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ 3 സ്കൂളുകൾക്കായിരുന്നു, ഇന്ന് ഒരു സ്കൂളിനും ഒരു കോളേജിനുമാണ് ഉണ്ടായിരിക്കുന്നത്. എവിടെ നിന്ന് വന്നു വരുന്ന കാര്യം, അതായത് ഇമെയിൽ എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് സ്പൂഫിങ്ങും മാസ്കിങ്ങും അടക്കമുള്ള പല സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ മെയിലുകളെല്ലാം തന്നെ സ്കൂളുകളുടെയും കോളേജുകളുടെയും തന്നെ ഇമെയിൽ അഡ്രസ്സുകളിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ അയക്കുന്നതും അതിന് പുറകിൽ ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ പരിശോധനയ്ക്ക് വേണ്ടി കോളേജിലും, ഈ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലും അതുപോലെ സെൻറ്റ് സ്റ്റീവൻസ് സ്കൂളിലും എത്തി പരിശോധന നടത്തി. പക്ഷേ സംശയാസ്പദമായിട്ടൊന്നും കണ്ടെത്താനും സാധിച്ചില്ല. ഇന്നലെയും സമാനമായിട്ടുള്ള പരിശോധനകൾ നടന്നിരുന്നു. അതിൽ തന്നെ ബോംബ് സ്ക്വാഡിനെയും അതുപോലെ ഡോഗ് സ്ക്വാഡിനെയും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ ഇനിയും വരാനുള്ള സാധ്യത മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നും പരിശോധന നടത്തി കാര്യമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല.